ടിറ്റ്വ ചുഴലിക്കാറ്റ് തീരം തൊടില്ല. നിലവിൽ വേദാരണ്യത്തിന് 80 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ്. തമിഴ്നാട് തീരം തൊടില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടലോര മേഖലയുടെ 25 കിലോമീറ്റർ അടുത്ത് കാറ്റെത്തിയ ശേഷം ദുർബലമാകും. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, വില്ലുപുരം, കടലൂർ ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, തമിഴ്നാടിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 5 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. തമിഴ്നാടിന്റെ സാഹചര്യം, ഒപ്പം കേരളത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്തെല്ലാം? നിലിമ, കേരളത്തിൽ ശക്തമായ കാറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ശക്തമായ കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്നാലും സംസ്ഥാനത്ത് 5 ജില്ലകൾക്ക് ഇപ്പോൾ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട് തീരത്തേക്ക് ടിറ്റ്വ ചുഴലിക്കാറ്റ് എത്തില്ല എന്നൊരു നിർദ്ദേശം, ഒരു കാര്യം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതേ സ്ഥിതിക്ക് 65 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്ത് 65 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം തമിഴ്നാട്ടിൽ 5 ജില്ലകൾക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയാണ്. അതുപോലെ തന്നെ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയാണ്. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. തമിഴ്നാട്ടിലെ 5 ഇടങ്ങളിൽ വളരെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന കണക്ക് ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, വില്ലുപുരം, കടലൂർ ജില്ലകൾക്കാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ തീരത്ത് താമസിക്കുന്നവരെല്ലാവരും കടലിൻ്റെ അതിശക്തമായ തിരമാലകൾ വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ചുഴലിക്കാറ്റുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ടിറ്റ്വ ചുഴലിക്കാറ്റ് അതിശക്തമായി തന്നെ കടലോര മേഖലയിൽ വീശാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തമിഴ്നാട് തീരം തൊടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങൾക്കും ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, തീരങ്ങളിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും തീരപ്രദേശത്ത് ഇപ്പോഴും ജാഗ്രതകളൊക്കെ തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ ശക്തമായ മഴയില്ല, പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ളവരും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ അത് ഒഴിവാക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുകൂടിയാണ് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാകുന്നത്. നീലിമ. ശരി ശ്രീനന്ദ.